The third kind of loop used in C++ is the for loop. Like while loop, for loop is also an entry control loop. So the third type of loop is for loop. Now let us see the syntax. For initialization, terminating condition, increment, this is the syntax of for loop. For initialization, terminating condition, increment, inside which you have the block of statements. So for is a generalization of the while loop. For loop എന്ന് പറയുന്നത് while loopന്റെ ഒരു generalization ആണ്. For loop is a generalization of while loop. The first part within parenthesis, that is initialization, is done only once and before the loop is entered. ഇവിടെ നമ്മുടെ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ for initialization, terminating condition, increment, ഈ ലൂപ്പിലോട്ട് വരുമ്പോൾ ആദ്യം ഇനീഷ്യലൈസേഷൻ ചെയ്യും. അത് ഒരു തവണ മാത്രമേ ചെയ്യൂ. ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തുടക്കത്തിൽ ആദ്യം ഇനീഷ്യലൈസേഷൻ ആണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും എക്സിക്യൂട്ട് ആവില്ല. ദെൻ ലൂപ്പിനകത്ത് കയറുന്നു, എന്നിട്ട് ആ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആവും. അതിനുശേഷം ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോകും. അതിനുശേഷം ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും ടെർമിനേറ്റിംഗ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും ടെർമിനേറ്റിംഗ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആവും. സോ ഫോർ ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അറ്റ് ദ ബിഗിനിങ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഇസ് എക്സിക്യൂട്ടഡ്. ഏറ്റവും ആദ്യം ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ചെയ്യുന്നത് ബിഫോർ ലൂപ്പ് ഇസ് എന്റർഡ്. അപ്പോൾ ഇനീഷ്യലൈസേഷൻ ഒറ്റ തവണ ചെയ്യത്തുള്ളൂ. ഇനീഷ്യലൈസേഷൻ is done only once before the loop is entered. ലൂപ്പിൽ കയറുന്നതിന് മുൻപേ ഒറ്റ തവണ ഇനീഷ്യലൈസേഷൻ ചെയ്യും. ഇനി സെക്കൻഡ് പാർട്ടാണ് ടെർമിനേറ്റിംഗ് കണ്ടീഷൻ വിച്ച് കൺട്രോൾസ് ദ ലൂപ്പ്. So terminating condition true ആണെങ്കിൽ body of the loop is executed. If termination condition is true, body of loop is executed. Termination condition true ആണെങ്കിൽ body of the loop is executed. The increment is an assignment statement which defines how the loop control variable will change each time the loop is repeated. So increment എന്ന് പറയുന്ന statement എന്തിനാണ്? It is an assignment statement increment statement എന്ന് പറയുന്നത് it is an assignment statement which defines how
loop control will change each time the loop is repeated. Which defines how changes each time the loop is repeated. So loop എപ്പോ terminate ആവും? Terminating condition false ആവുമ്പോൾ loop terminate ആവും. This is the most commonly used loop when statements in the loop are to be executed in a fixed number of time. Used when statements are executed a fixed number of time. എത്ര തവണ നമുക്ക് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്യണം എന്ന് അറിയാമെങ്കിൽ നമ്മൾ ഫോർ ലൂപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ആൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. For loop is also an entry control loop. Now ഒന്നുകൂടെ നോക്കാം. ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സിന്റാക്സ് നോക്കിക്കേ. ഫോർ ഇനീഷ്യലൈസേഷൻ, ടെർമിനേറ്റിംഗ് കണ്ടീഷൻ, ഇൻക്രിമെന്റ്. അതിന്റെ അകത്താണ് ബോഡി ഓഫ് ദ ലൂപ്പ്, അതായത് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത്. ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് വൈൽ ലൂപ്പിന്റെ ഒരു ജനറലൈസേഷൻ ആണ്. And first part within parenthesis initialization, it is done only once before the loop is entered. ലൂപ്പിൽ കയറുന്നതിന് മുമ്പ് ഒറ്റ തവണയെ ഇനീഷ്യലൈസേഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ടോ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ. ടെർമിനേറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു റിലേഷൻ എക്സ്പ്രഷൻ ആയിരിക്കും which controls the loop. ഈ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു റിലേഷൻ എക്സ്പ്രഷൻ ആയിരിക്കും which will be controlling the loop. So if the terminating condition is evaluated to be true, body of loop is executed. Body of loop എന്ന് പറയുന്നത് ഈ ഫോറിന്റെ അകത്ത് വരുന്ന ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. So terminating condition true ആണെങ്കിൽ മാത്രമേ body of the loop execute ആവൂ. Then അത് കഴിഞ്ഞ് വരുന്നു മൂന്നാമത്തെ പാർട്ടായിട്ട് വരുന്നു എന്താണ്? ഇൻക്രിമെന്റ്. Increment is an assignment statement which defines how loop control variable changes each time the loop is repeated. നമ്മൾ വയലിലും പറഞ്ഞായിരുന്നു ഈ ലൂപ്പിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഫീച്ചർ വേണം. അതായത് ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന വേരിയബിളിന്റെ വാല്യൂ നമ്മൾ ഓരോ തവണ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യും. എങ്കിലേ ഒരു സമയം ആകുമ്പോഴത്തേക്കും ലൂപ്പിലെ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ ഫോൾസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻക്രിമെന്റ് എക്സ്പ്രഷൻ. അതായത് ഓരോ തവണ ലൂപ്പ് എക്സിക്യൂട്ട് ആവുമ്പോഴും ലൂപ്പ് കൺട്രോൾ ചെയ്യുന്ന വേരിയബിളിന്റെ വാല്യൂ മാറും. അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ്. സോ ഈ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ എപ്പോ ഫോൾസ് ആവോ ലൂപ്പ് terminate ആവും. So this is an entry controlled loop and also it is most commonly used loop when statements in the loop are to be executed a fixed number of times which is known in advance while entering into the loop. എത്ര തവണ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്യണമെന്ന് ലൂപ്പിൽ വരുന്നതിന് മുമ്പേ നമുക്ക് അഡ്വാൻസിൽ അറിയാമെന്നുണ്ടെങ്കിൽ we go for loop. ഇപ്പൊ നമ്മള് ഇപ്പൊ എൻ്റർ നമ്പർ ആൻഡ് ഫൈൻഡ് ദ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പറിന്റെ ഡിജിറ്റ്സ് നമുക്ക് അറിഞ്ഞൂടാ. സോ നമ്പറിന്റെ ഡിജിറ്റ്സ് അറിയാമെങ്കിൽ എത്ര തവണ ആ സ്റ്റെപ്സ് ഓരോ ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യണമെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ വൈൽ ലൂപ്പ് ഉപയോഗിക്കും. Whereas for example if you want to find out the sum of n natural numbers, അപ്പൊ എത്ര വാല്യൂസ് സം കണ്ടുപിടിക്കണം? n നാച്ചുറൽ നമ്പേഴ്സിൽ. അപ്പൊ നമുക്കറിയാം n ടൈംസ് ആണെന്നുള്ള ആ n വാല്യൂ കീബോർഡ് വഴി നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് n ആണെന്ന് അറിയാം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോർ ലൂപ്പ് യൂസ് ചെയ്യും. Let us do a program. Write a program to find the factorial of a number.
Write a program to find the factorial of a number. ഇതാണ് പ്രോഗ്രാം എഴുതേണ്ട ക്വസ്റ്റ്യൻ. ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. സോ ഇതിൽ നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് നമ്പേഴ്സ് അപ് ടു ദാറ്റ് നമ്പർ. അല്ല, സം അല്ല, സോറി, പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് അപ് ടു എ നമ്പർ. അതാണ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. സോ എത്ര തവണ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം? അപ് ടു ദാറ്റ് നമ്പർ. സോ നമ്പർ ഓഫ് ടൈംസ് നമുക്ക് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത് വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഇറ്റ്സെൽഫ്. അപ്പോൾ നമുക്ക് നേരത്തെ അറിയാം എത്ര തവണ നമ്മൾ പ്രോഡക്റ്റ് കണ്ടുപിടിക്കും എന്നുള്ളത്. പിന്നെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മൾ റിപ്പീറ്റഡ്ലി പ്രോഡക്റ്റ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഫാക്ടോറിയലിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ എന്ന് പറയുന്നതിനെ നമ്മൾ 1 ആയിട്ടായിരിക്കും ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇപ്പൊ സം ആണെങ്കിൽ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യും, പ്രോഡക്റ്റ് ആണെങ്കിൽ 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. Since here we are going to find out factorial which is a product, we will initialize the variable as 1. Simple program ആണ്, നമുക്ക് എഴുതാം. Hash include iostream.x, hash include con io.x, then void main. ഇനി ലൂപ്പ് കൺട്രോൾ ചെയ്യുന്ന വേരിയബിളിനെ നമുക്ക് i ആയിട്ട് എടുക്കാം. സോ അതിനെ ഇന്റിജർ ആയിട്ട് കൊടുക്കാം. അതായത് എത്ര തവണ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള വേരിയബിൾ 1 തൊട്ട് if n is the number whose factorial is to be found out, ലൂപ്പ് എത്ര തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം? 1 തൊട്ട് n വരെ. സോ ആ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ നമുക്ക് i ആയിട്ട് കൊടുക്കാം. ഫാക്ടോറിയൽ സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിലെ എഫും ഏത് നമ്പറിന്റെ ആണോ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം അതിനെ n ആയിട്ടും കൊടുക്കാം. Then c in n f equal to 0 അല്ല f equal to 1. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ലൂപ്പിനെ നമ്മൾ 1 തൊട്ട് n വരെ റിപ്പീറ്റ് ചെയ്യിക്കും. 1 തൊട്ട് n വരെ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ഓടിക്കുമ്പോൾ നമുക്ക് ഓരോ തവണയും ഓരോ പ്രോഡക്റ്റ് എടുക്കാം. അതായത് ഫസ്റ്റ് i വാല്യൂ നമ്മളപ്പോൾ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യും? i എന്ന് പറയുന്നത് ഈ എത്ര തവണ ഇവിടെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം? n നമ്പർ ഓഫ് ടൈംസ് നമുക്ക് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുണ്ട്. സോ ലൂപ്പ് കൺട്രോൾ ചെയ്യുന്ന വേരിയബിൾ i ആണെങ്കിൽ iയുടെ വാല്യൂ എങ്ങനെ റേഞ്ച് ചെയ്യും? ഫ്രം 1 to n. അപ്പോൾ ഫാക്ടോറിയൽ എങ്ങനെയായിരിക്കും? ഓരോ തവണയും നമ്മൾ iയുടെ വാല്യൂ എത്രയാണോ അത് ആ എഫിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഫൈനലി ആഫ്റ്റർ ദ ലൂപ്പ് ടെർമിനേറ്റ്സ് യു വിൽ ഗെറ്റ് ഫാക്ടോറിയൽ as f which is equal to f into I. So loop എങ്ങനെ എഴുതും? For I equal to 1, I less than or equal to n, I plus plus. I അപ്പോൾ 1 തൊട്ട് n വരെ പോണം. ഇനീഷ്യലൈസേഷൻ ആണ് I equal to 1. ഈ ലൂപ്പിന്റെ ബോഡിയിൽ f is equal to f into so f is equal to f into I. അതാണ് ലൂപ്പിനകത്ത് വേണ്ട സ്റ്റേറ്റ്മെന്റ്. f is equal to f into I. For I is equal to 1, I less than or equal to n, I plus plus. ഇനി ലൂപ്പ് ഫുൾ റൺ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മൊത്തത്തോടുള്ള ഫാക്ടോറിയൽ വാല്യൂ എഫിൽ കിട്ടുന്നത്. സോ ലൂപ്പിന്റെ അകത്ത് എഫ് മാത്രം മതി. ഇനി ലൂപ്പ് ടെർമിനേറ്റ് ആയതിനു ശേഷം വേണം നമ്മൾ പ്രിന്റ് ചെയ്യാൻ ഫാക്ടോറിയൽ. ലൂപ്പ് ടെർമിനേറ്റ് ആയതിനു ശേഷം വേണം ഫാക്ടോറിയൽ പ്രിന്റ് ചെയ്യാൻ. ഇവിടെ ബ്രാക്കറ്റ് ഇടാത്തത് ലൂപ്പിനകത്ത് ഒറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടാലും കുഴപ്പമില്ല. ദെൻ സി ഔട്ട് factorial of n equals f. മെയിൻ ക്ലോസ് ചെയ്യും. സോ ഇങ്ങനെയാണ് ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത്. For I equal to 1, I less than or equal to n, I plus plus. ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ 1 to n വരെ റൺ ചെയ്തിട്ട് ഓരോ തവണയും നമ്മൾ ആ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ എഫിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഫൈനലി ലൂപ്പ് കൺട്രോൾ വേരിയബിൾ n ആകുമ്പോൾ f into n വരെ ആവും. 1 into 2 into 3 into 4 into അങ്ങനെ into n വരെ വരും. സോ ലൂപ്പ് മൊത്തം ടെർമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ f ന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ഫാക്ടോറിയൽ.
Write a program to evaluate the infinite series x minus x cube by 3 plus x raised to 5 by 5 minus x raised to 7 by 7 etc. up to n terms. നമുക്ക് പ്രോഗ്രാം എഴുതാം. ഹാഷ് include iostream dot h hash include con io dot h void main int I n number of terms എന്ന് പറയുന്നുണ്ട് n. അത് വേണ്ടിയിട്ട് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ I ഉം ഇന്റീജർ ആയിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നു. ഡബിൾ എസ് എക്സ്, ഈ സീരീസ് എന്ന് പറയുന്ന ഒരു സം ആണല്ലോ, അത് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ എസ്, അതിനെ ഡബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. പിന്നെ എക്സ് ആണല്ലോ അതിനകത്ത് വരുന്ന ടേം, അതും നമ്മൾ ഡബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ദെൻ എസ് നമുക്ക് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. എസ് ഇസ് ഈക്വൽ ടു 0.0. എന്തൊക്കെ ഇൻപുട്ട് ചെയ്യണം? സി എക്സ് എൻ, എക്സ് എന്നും ഇൻപുട്ട് ചെയ്യണം. നൗ ഫോർ I equal to 1, I less than or equal to n, I plus നമുക്ക് n number of terms ന്റെ സം എടുക്കണം. സോ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഫ്രം 1 to n ആയിരിക്കും പോകുന്നത്. ഇനി നമ്മൾ ഓരോ ടേമിനെ എങ്ങനെ എഴുതുമെന്ന് നോക്കാം. s is equal to ഫസ്റ്റ് ടേം x എന്ന് പറഞ്ഞാൽ എന്താണ്? x raised to 1 by 1. So s is equal to math dot power. സോ ഇവിടെ നമുക്ക് പവർ എടുക്കണം. x raised to 3 x raised to 5 എന്നുള്ളതുകൊണ്ട് പവർ എടുക്കണം. അതുകൊണ്ട് നമ്മൾ മാത്ത് ഡോട്ട് എച്ചിനെയും കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം ഹെഡർ ഫയലിൽ. സോ s is equal to math dot power. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് 1 പിന്നെ -1 പിന്നെ +1 പ്ലസ് മൈനസ് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പോകുന്നത്. ഇനി അപ്പൊ ഓൾട്ടർനേറ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കും? ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ I is equal to 1, സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ I is equal to 2. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, -1 raised to 1 minus 1 എന്ന് പറഞ്ഞാൽ -1 raised to 0, അതായത് 1. അതുപോലെ -1 raised to 2 minus 1 എന്ന് പറയുമ്പോൾ -1, -1 raised to 3 minus 1 എന്ന് പറയുമ്പോൾ 1. സോ അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്യാം. പ്ലസ് മൈനസ് എന്നുള്ളത് -1 raised to I minus 1 എന്ന് വരും, അതായത് -1 raised to I minus 1. ഇതൊക്കെ ലോജിക് ആണ്, നിങ്ങൾ തനിയെ ബിൽഡപ്പ് ചെയ്യേണ്ട കാര്യമാണ്. -1 raised to I minus 1. സോ ഫസ്റ്റ് നമുക്ക് മാത്ത് ഡോട്ട് പവർ ഓഫ് -1, I minus 1 എന്ന് കൊടുക്കാം. അപ്പൊ ആ പ്ലസ് മൈനസ് എന്നുള്ള ടേം ആയി ഇൻറ്റു ഇവിടെ s ഈക്വൽ ടു എന്നല്ല, s പ്ലസ് ഈക്വൽ ടു എസിലോട്ട് ആഡ് ചെയ്യേണ്ടതാണ്. മാത്ത് ഡോട്ട് പവർ ഓഫ് -1, I minus 1, that is math dot power of -1 raised to I minus 1 into math dot power of x, 2 into I minus 1.
അതായത് ഫസ്റ്റ് ഓഡ് നമ്പർ എന്ന് പറയുന്നത് 2 into 2 minus 1. ഫസ്റ്റ് ഈവൻ നമ്പർ എന്ന് പറയുന്നത് 2 into 1. ഫസ്റ്റ് ഓഡ് നമ്പർ എന്ന് പറയുന്നത് 2 into 1 minus 1. ith ഓഡ് നമ്പർ എന്ന് പറയുന്നത് 2 into I minus 1. അപ്പൊ x raised to 1 പിന്നെ x raised to 3 x raised to 5. x raised to 1 എന്ന് പറയുന്നത് 2 into 1 minus 1. x raised to 3 എന്ന് പറയുന്നത് 2 into 2 minus 1. x raised to 5 എന്ന് പറയുന്നത് 2 into 3 minus 1. സോ അങ്ങനെയാണ് നമ്മൾ ith ഓഡ് നമ്പർ കണ്ടുപിടിക്കുന്നത്. അതിനാണ് 2 into I minus 1. So method or power of x comma 2 into I minus 1. The whole divided by എന്താണ് again 2 into I minus 1. Divided by 2 into I minus 1. ഇങ്ങനെയാണ് സം കണ്ടുപിടിക്കുന്നത്. സോ ഒരു ഈ തന്നിരിക്കുന്ന സീരീസിലെ ഒരു ടേം എന്ന് പറയുന്നതാണ് ഇത്രയും. സോ ആ സീരീസിലെ ith ടേം എന്ന് പറയുന്നത് ഈ ഫോമിലായിരിക്കും. ആൻഡ് I വാല്യൂ റേഞ്ചസ് ഫ്രം 1 to n. സോ ലൂപ്പ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ലൂപ്പ് ക്ലോസ് ചെയ്തിട്ട് ലാസ്റ്റ് വി ആർ പ്രിന്റിംഗ് ദ വാല്യൂ ഓഫ് s. മെയിനും ക്ലോസ് ചെയ്തു. ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഇതില് ടേമിനെ നമ്മൾ ജനറൽ ഫോമിലോട്ട് ആക്കുക ഇൻ ടേംസ് ഓഫ് 5. എന്നിട്ട് അതിനെ എസിലോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. സോ നോക്കിക്കുക, പവർ എന്ന് പറയുന്നത് പ്ലസ് മൈനസ് ആയിട്ട് വരും. -1 raised to 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1. -1 raised to 1 എന്ന് പറയുമ്പോൾ -1 raised to 2 again -1 raised to 3 ആകുമ്പോൾ വീണ്ടും -1 അങ്ങനെ വരും. അപ്പൊ ഇവിടെ ആദ്യം പ്ലസ് പിന്നെ മൈനസ്. അപ്പൊ -1 raised to I minus 1. അതാണ് മാത്ത് ഡോട്ട് പവർ ഓഫ് -1, I minus 1 എന്ന് കൊടുത്തത്. ഇനി എക്സിന്റെ ടേം എങ്ങനെയാണ്? x raised to odd power. ith ടേമിനകത്ത് x raised to odd power. അപ്പം x math dot power of x comma 2i minus 1, that is x raised to 2i minus 1. First term ആണെങ്കിൽ 2 into 1 minus 1, that is 1. അപ്പോൾ x raised to 1. Second term ആകുമ്പോൾ 2 into 2 minus 1, that is 2 raised to 3. ഇപ്പോൾ നമ്മൾ ഒരു സീരീസ് നമ്മൾക്ക് ഇപ്പം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ if you are going to nth odd number is equal to 2 into n minus 1 and nth even number is equal to 2 into n. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. nth പ്ലേസിലെ ഓഡ് നമ്പർ, ഇപ്പോൾ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 3 5 7 9. അപ്പോൾ സെക്കൻഡ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ nth ഓഡ് നമ്പർ, സെക്കൻഡ് ഓഡ് നമ്പർ will be 2 into 2 minus 1, that is 3. Seventh odd number will be 2 into 7 minus 1, that is 14 minus 1 13. അതുപോലെ 25th even number എന്ന് പറയുമ്പോൾ 2 into 25, that is 50.